സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാവടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ഭഗവാനെക്കുറിച്ച് ഭഗവാന്റെ കഥകൾ എഴുതിയ 8 പേരെക്കുറിച്ച് നമ്മൾ മുമ്പ് 8 പേരോളം 8 പേരാണ് 8 പേരെക്കുറിച്ച് നമ്മൾ ഇതിനു മുൻപ് ഇത്രയും ദിവസത്തിനിടയ്ക്ക് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേശവചന്ദ്രസേനൻ മുതൽ മാസ്റ്റർ മഹാശ്യൻ വരെ 8 പേര്. അതിൽ 2 പേരാണ് സന്യാസിമാരായിട്ടുള്ളത്. ഒന്ന് ബൽമാൻ സ്വാമിയും മറ്റൊന്ന് ശാരദാനന്ദ സ്വാമിയും. ബാക്കി 6 പേരും ഗൃഹസ്ഥ ഭക്തന്മാരായിരുന്നു. ആ കൂട്ടത്തിൽ വളരെ പ്രധാനത്തോടു കൂടി ഉൾപ്പെടുത്താവുന്ന മറ്റൊരു ഗൃഹസ്ഥ ഭക്തനാണ് വൈകുണ്ഠ സന്യാൻ. അപ്പം നമുക്കിവിടെ കിട്ടിയിട്ടുള്ള മലയാളത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ലീലാമൃതം, അത് യഥാർത്ഥത്തിൽ ബംഗാളിയിൽ ലീലാപ്രസംഗം എന്നാണ്. പക്ഷെ ബംഗാളിയിലെ ലീലാമൃതം എന്ന് പറയുന്നത് വൈകുണ്ഠ സന്യാൽ എഴുതിയതാണ്. അപ്പോൾ ശ്രീ ശ്രീ രാമകൃഷ്ണ ലീലാമൃതം എന്നുള്ള ഗ്രന്ഥം, ഭഗവാന്റെ ജീവിതകഥ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ചത് വൈകുണ്ഠ സന്യാലാണ്. അതൊരു ചിലപ്പോൾ ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം. ലീലാമൃതം എന്നാണ് അദ്ദേഹം പുസ്തകത്തിന് പേരിട്ടത്. ലീലാപ്രസംഗം എന്നാണ് ശാരദാനന്ദ സ്വാമികൾ പേരിട്ടത്. ശാരദാനന്ദ സ്വാമികളും സന്യാലും വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരുമാണ്. ബന്ധം എന്ന് പറഞ്ഞാൽ അവർ ഒരുമിച്ചാണ്, ഏകദേശം ഒരുമിച്ച് ഒരേ സമയത്ത് ഭഗവാന്റെ അടുത്ത് വന്നവരാണ് 2 പേരും. അപ്പം അങ്ങനെ ഒരു ബന്ധം അവർക്കുണ്ട്. ഈ വൈകുണ്ഠ സന്യാലിനും ശാരദാനന്ദ സ്വാമികൾക്കും. ശരത്ത്, അന്നത്തെ പേര് വെക്കുമ്പോൾ ശരത്ത്. അപ്പോൾ ശരത്തിനും വൈകുണ്ഠ സന്യാലിനും അങ്ങനെ ഒരു ബന്ധം കൂടി ഉണ്ട് ഇതിനകത്ത്. ഭഗവാന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരെ അവരുടെ ജീവിതത്തിലൂടെയും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഭഗവാൻ ഒന്നിച്ചുള്ള ആ ഇതിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം, ഈശ്വര സാന്നിധ്യം വിവിധ വീക്ഷണ കോണിലൂടെ കാണാൻ ഒരവസരം ലഭിക്കുന്നു എന്നതാണ്. ഇത്രയും ഗൃഹസ്ഥാശ്രമ ഭക്തന്മാരിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഈശ്വര സാന്നിധ്യം എങ്ങനെയാണ് വിവിധ വീക്ഷണ കോണിലൂടെ നമുക്ക് അത് വീക്ഷിക്കാൻ ഒരു, അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതിൻ്റെ ഒരു അവസരം. കാര്യം ഓരോരുത്തരും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഭഗവാനുമായിട്ട് അവരുടെ ബന്ധം കാത്തു സൂക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ആ ജീവിത കാലഘട്ടത്തിൽ അവർ ഭഗവാനുമായിട്ടുണ്ടായിരുന്ന അവരുടെ സഹവാസത്തിന് തന്നെ വളരെ വ്യത്യസ്തമാണ് ഓരോരുത്തരുടെയും. അതായത് അത് ഒരു സ്പെക്ട്രത്തിലൂടെ, നമ്മളൊരു സ്പെക്ട്രത്തിലൂടെ സൂര്യനെ നോക്കുന്ന പോലെ ആയിരുന്നു അത്. കാര്യം സൂര്യൻ പരമമായൊരു പ്രകാശമായിട്ട് നിലകൊള്ളുന്നു. നമ്മൾ കാണുന്ന സ്പെക്ട്രത്തിലൂടെ വിവിധ ആംഗിളിലും നിറത്തിലും നമുക്ക് ഈ സൂര്യനെ കാണാൻ പറ്റും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് ഈ സ്പെക്ട്രത്തിൻ്റെ ഒരു ആ മീഡിയ ആയിട്ട് ഒരു മാധ്യമം എന്നുള്ള നിലയിലാണ് ഈ ഗൃഹസ്ഥാശ്രമ ഭക്തന്മാർ നമ്മൾക്കിടയിൽ നിൽക്കുന്നത്. അതായത് സാധാരണ ഭക്തന്മാരായ നമുക്കും ഭഗവാനും ഇടയിൽ ഈ ഗൃഹസ്ഥാശ്രമ ഭക്തന്മാർ നിൽക്കുന്നത് ഒരു സ്പെക്ട്രത്തിൻ്റെ ഒരു, അല്ലെങ്കിൽ ഒരു ലെൻസ് എന്നൊക്കെ പറയാം. കാര്യം ഭഗവാനെ കൂടുതൽ അടുത്തറിയാനാണ് ഇവരിലൂടെയാണ് നമ്മൾ നോക്കുമ്പോഴാണ് ഭഗവാനെ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുന്നത്. അങ്ങനെ നമുക്ക് നിവൃത്തിയുള്ളൂ. വൈകുണ്ഠ സന്യാല് അദ്ദേഹത്തിന് ഭഗവാനുമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ, അതായത് അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ രചനകളിൽ നിന്നും അദ്ദേഹത്തെക്കുറിച്ചുള്ള രചനകളിൽ നിന്നുമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ഇതുവരെ നമ്മൾ പരിചയപ്പെടാത്ത മറ്റൊരു വശമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഈ വൈകുണ്ഠ സന്യാലിനുള്ള പ്രാധാന്യം ശ്രീകൃഷ്ണൻ്റെ മുന്നിലെ അർജുനനെ പോലെയാണ്.
കുരുക്ഷേത്ര ഭൂമിയിൽ ഭഗവത്ഗീത പറഞ്ഞുകൊടുത്ത ആ ഭഗവത്ഗീത ചൊല്ലിയ ഭഗവാന്റെ മുന്നിൽ അർജുനൻ എങ്ങനെയായിരുന്നോ അതുപോലാണ്. കാരണം ഇത്രയും, അതായത് സന്യസ്ത ശിഷ്യന്മാരെ മുഴുവൻ എടുത്താലും ഗൃഹസ്ഥ ശിഷ്യന്മാരെ മുഴുവൻ എടുത്താലും ഭഗവാൻ തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്ത ഒരേ ഒരു ഭക്തൻ വൈകുണ്ഠ സന്യാലാണ്. ആ ദിവ്യമായ ആ വിശ്വരൂപം ദർശിച്ചിട്ട് അതുവരെ ഭഗവാനോട് പിന്നീട് അതിനുശേഷം സന്യാൽ ഭഗവാനോട് അപേക്ഷിക്കുന്നത്, ഭഗവാനെ അങ്ങയുടെ കൃപ എങ്ങനെയെങ്കിലും എന്നിൽ നിന്ന് എടുത്തു മാറ്റണേ എന്നാണ്. കാര്യം സന്യാസ ജീവിതം വരെ ലഭിക്കും, അല്ലെങ്കിൽ അതിന് വരെ തയ്യാറായി വന്ന സന്യാൽ അവസാനം ഇതൊന്ന് എന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ എന്താണ് വഴിയെന്ന് ആലോചിക്കുകയായിരുന്നു. ഭഗവാനോട് കാണുകയാണ്, അപേക്ഷിക്കുന്നുണ്ട് അവസാനം, ഈ അനുഗ്രഹം എന്നിൽ നിന്ന് എടുത്തു മാറ്റണേ എന്ന്. കാരണം ആ വിശ്വരൂപത്തിൽ നിന്ന് മോചനം കിട്ടുന്നില്ല സന്യാലിന്. കാഴ്ച മുഴുവനും ഭഗവാന്റെ ആ വിശ്വരൂപ ദർശനം മാത്രമാണ്. അത് വരുന്നുണ്ട്, ആ ഭാഗം വളരെ ഭംഗിയായിട്ട് അത് വിവരിക്കപ്പെടുന്നുണ്ട്. അത് സംഭവിക്കുന്നത് കൽപ്പതരു ദിനത്തിൽ തന്നെയാണ്. മറ്റുള്ളവരെ എല്ലാം അനുഗ്രഹിച്ചെങ്കിലും മറ്റ് ഗൃഹസ്ഥ കൽപ്പതരു ദിനത്തിൽ ഭഗവാന്റെ നിശ്ചയം പോലെ തന്നെയാണ്. ഒരു സന്യസ്ത ശിഷ്യനോ ഒന്നും തന്നെ അവിടെ വന്നില്ല എന്ന് നമുക്കറിയാം, ഉണ്ടായിരുന്നില്ല. ഗൃഹസ്ഥാശ്രമികളായ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഭഗവാൻ കൽപ്പതരു ദിനത്തിൽ അനുഗ്രഹം കൊടുത്തത്. ഓരോരുത്തരെയും അനുഗ്രഹിച്ചു, ഓരോരുത്തരുടെയും നെഞ്ചിൽ തൊട്ടും ഒക്കെ അവർക്ക് അനുഗ്രഹങ്ങൾ നൽകി. അപ്പോൾ സന്യാൽ ചോദിച്ചതാണ്, ഭഗവാനെ അങ്ങയുടെ കൃപ എനിക്ക് തരില്ലേ എന്ന്. അപ്പോൾ മുമ്പൊരിക്കൽ ചോദിച്ചപ്പോൾ പിന്നീട് ആവട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞിരുന്നു സന്യാലിനോട്. അതുകൊണ്ടാണ് ഈ കൽപ്പതരു ദിനത്തിൽ ഭഗവാനോട് സന്യാൽ ചോദിക്കുന്നത്, അങ്ങയുടെ കൃപ എനിക്ക് തരാൻ ഇനിയും താമസമുണ്ടോ? അപ്പോഴാണ് ഭഗവാൻ സന്യാലിൻ്റെ ആ നെഞ്ചിൽ കൈകൊണ്ട് ബലമായി ഇങ്ങനെ അമർത്തിപ്പിടിച്ചു. പിന്നെ സന്യാല് കാണുന്നത് ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെയാണ്. ചുറ്റിനും കാണുന്ന മരങ്ങളിലും കാണുന്ന എല്ലാ കാഴ്ചകളിലും, അതായത് ഈ നമുക്ക് ചുറ്റും കാണുന്ന, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാ കാഴ്ചകളും മായയാണ് എന്ന് നമ്മളിങ്ങനെ ആധ്യാത്മിക തലത്തിൽ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എപ്രകാരമാണ് ആ മായ എന്നുള്ളത് നമുക്കൊരിക്കലും ബോധ്യപ്പെട്ടിട്ടില്ല. കാര്യം നമ്മളത് കണ്ടിട്ടില്ല. ആ മായയിൽ നിന്ന് മാറി ഭഗവത് സ്വരൂപം നമ്മൾ അവിടെ കണ്ടിട്ടില്ല. നമ്മൾ മരം കണ്ടാൽ മരമായിട്ടും, കാറ് കണ്ടാൽ കാറായിട്ടും, വീട് കണ്ടാൽ വീടായിട്ടും തന്നെയാണ് നമുക്ക് ബോധ്യം. പിന്നെ നമുക്കറിയാം അതൊക്കെ ഭഗവത് സ്വരൂപങ്ങളായി നമുക്ക് ഊഹിക്കാൻ മാത്രം. പക്ഷെ നമ്മളാരും കണ്ടിട്ടില്ല. സന്യാൽ അത് കണ്ടു. കാണുന്നത് മുഴുവൻ ഭഗവാൻ മാത്രം. അതായത് സന്യാലിന് പിന്നെ ഊണിലും ഉറക്കത്തിലും എവിടെ നോക്കിയാലും ഭഗവത് സ്വരൂപം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഈ ഭൂമിയിൽ മറ്റൊന്നും കാണാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ. നോക്കൂ, അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു സാധാരണ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭഗവാനോട് സന്യാൽ അപേക്ഷിച്ചത്, ഈ കൃപ എന്നിൽ നിന്ന് എടുത്തു മാറ്റണേ എന്ന്. അപ്പം അത്തരത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഗൃഹസ്ഥാശ്രമ ശിഷ്യൻ കൂടിയാണ് വൈകുണ്ഠനാഥ സന്യാൽ. ഇപ്പോൾ ഭഗവാനെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ എഴുതിയ പലരെയും പോലെ തന്നെ സന്യാലും ഭഗവാനെക്കുറിച്ച് ഈ ഭഗവാന്റെ ലീലകളെക്കുറിച്ചും ഭഗവാന്റെ ജീവചരിത്രത്തെക്കുറിച്ചുമൊക്കെ സന്യാലും തൻ്റെ ലീലാമൃതം എന്ന പുസ്തകത്തിൽ അതിനകത്ത് സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഏറെക്കുറെ ശാരദാനന്ദ സ്വാമികളും സന്യാലും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങൽ നടന്നിരുന്നു ഈ കാര്യത്തിൽ. ശാരദാനന്ദ സ്വാമികൾ ലീലാമൃതത്തിൽ എഴുതിയ കുറേ കാര്യങ്ങൾക്ക് സന്യാലിൻ്റെ സംഭാവന ഉണ്ടായിരുന്നു. തിരിച്ചു സന്യാലിന് ശാരദാനന്ദ സ്വാമികളിൽ നിന്നും ഒരു സംഭാവന. ഇങ്ങനെ ഒരു പരസ്പരമുള്ളൊരു കൊടുക്കൽ വാങ്ങൽ ഇവരുടെ ആ ഗ്രന്ഥരചനയ്ക്ക് സഹായകമായിരുന്നു എന്നും നമുക്ക് കാണാം. തൻ്റെ 80 വർഷത്തെ, സന്യാൽ 80 വർഷമാണ്, കൃത്യം 80 വർഷമാണ് ജീവിച്ചിരുന്നത്. തൻ്റെ 80 വർഷത്തെ ജീവിതത്തിൽ വൈകുണ്ഠനാഥ സന്യാൽ ഭഗവാനെ കാണാനെത്തുന്നത് 28ാമത്തെ വയസ്സിലാണ്. അതായത് 1884 വചനാമൃത രചന തുടങ്ങിയിട്ട് 2 വർഷം കൂടെ കഴിയുമ്പോഴാണ്
1884 സന്യാൽ ഭഗവാനെ കാണാൻ വരുന്നത്. ശാരദാനന്ദ സ്വാമികളും ശശി മഹാരാജും എല്ലാം തന്നെ ഈ 1884 ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പം സന്യാൽ തന്നെ പറയുന്നുണ്ട്, അതുവരെ താൻ അനുഭവിച്ച ചില മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് സന്യാൽ പറയുന്നുണ്ട്. ഭഗവാനെ കാണാൻ വരുന്ന ഈ 1884 ഭഗവാനെ കാണാൻ വരുന്നത് വരെ അദ്ദേഹം അനുഭവിച്ച മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് സന്യാൽ പറയുന്നുണ്ട്. അതെന്തെന്ന് വെച്ചാൽ, മതപരമായ കാര്യങ്ങളിൽ വളരെ വ്യാകുലതയുള്ളൊരു യുവാവായിരുന്നു സന്യാൽ. ഇത്തരം വിഷയങ്ങളിൽ ധാരാളം സംശയങ്ങൾ മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു. ചില മതപ്രഭാഷണങ്ങൾ കേൾക്കാൻ പോകുന്നത് പതിവായി. കാര്യം മതത്തെ സംബന്ധിച്ചും ആധ്യാത്മികതയെ സംബന്ധിച്ചും ഒക്കെയുള്ള സംശയങ്ങളാണ് ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരുന്നത്. ഇത് പരിഹരിക്കാൻ അന്നത്തെ സാഹചര്യത്തിൽ സന്യാൽ അന്വേഷിച്ചത് ഈ മതപ്രഭാഷണങ്ങൾ കേൾക്കാനായിട്ട് പോകും. കൽക്കട്ടയിലെ മതപ്രഭാഷണങ്ങൾ കേൾക്കാൻ പോകും. അവരുമായി ആശയങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങി. അവസരം കിട്ടിയാൽ അത് പ്രയോജനപ്പെടുത്താൻ, അതായത് അവരെ എവിടെയൊക്കെ വെച്ച് കാണാൻ സാധിക്കുമോ അവിടെയെല്ലാം ചെന്ന് കണ്ട് ഈ ആശയങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ അതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആ മാനസിക സംഘർഷത്തെക്കുറിച്ചാണ് സന്യാൽ പറയുന്നത്. എന്നാൽ അതൊന്നും തൃപ്തികരമായില്ല. മാത്രമല്ല, കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാവുകയും ചെയ്തു. ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ സ്വതവേ ഉണ്ടായിരുന്ന സംശയങ്ങളെക്കാൾ ഇരട്ടിയായി. അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് ചെന്നു. ഇതൊരു പരിഹാരമില്ലാത്ത വിധം മനപ്രയാസത്തിലേക്ക് സന്യാൽ പോയി. ഇത്തരം പ്രഭാഷകർ ആത്മവഞ്ചന നടത്തുന്നു എന്ന് വരെ സന്യാലിന് തോന്നി. കാരണം ഈ പ്രഭാഷകരെ സംബന്ധിച്ച് അവരൊരു ആത്മവഞ്ചന നടത്തുന്നവരാണെന്ന് തോന്നി. എന്തെന്നാൽ അവരൊക്കെ പ്രസംഗിക്കുന്നതല്ല ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് സന്യാലിന് മനസ്സിലായി. കാരണം ഇവരുടെ പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലായി. അത് വളരെ നിരാശയുണ്ടാക്കി. സന്യാൽ തന്നെ പറയുന്നു, അത് എന്നിൽ വളരെ നിരാശയുണ്ടാക്കി. മാസങ്ങളോളം ഈ അന്വേഷണമായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു സന്യാൽ. ഒടുവിൽ ഈ മതം, ഈശ്വരൻ എന്നതൊക്കെ പറയുന്നത് ഒരു തരം അർത്ഥമില്ലാത്ത ആശയങ്ങളാണ് എന്ന് വരെ സന്യാലിന് തോന്നാൻ തുടങ്ങി. കാരണം അറിവില്ലാത്തവരെ കബളിപ്പിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് ഈശ്വരൻ എന്ന് സന്യാലിന് ബോധ്യമായി. അറിവില്ലായ്മയെ കബളിപ്പിക്കാൻ ഈ പറഞ്ഞ പ്രഭാഷകരും ഈ മതത്തിൻ്റെ പേരിൽ അത് കൊണ്ടു നടക്കുന്നവരുമൊക്കെ അറിവില്ലാത്തവരെ കബളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് എന്ന് സന്യാലിന് തോന്നിത്തുടങ്ങി. അവസരവാദമാണ് മതങ്ങളെ അന്ധമായി അനുസരിക്കൽ മാത്രമാണ് എന്ന് മനസ്സിലായി. കാര്യം അവസരവാദമാണ് ഈ മതപരമായ കാര്യങ്ങൾ സംസാരിക്കുകയും സന്യാലിന് മുന്നിൽ കണ്ടവർ അവരെ സംബന്ധിച്ചിടത്തോളം അവസരവാദികളാണെന്നും സന്യാലിന് ബോധ്യപ്പെട്ടു. മാത്രമല്ല അതിനോടൊപ്പം തന്നെ ധാർമ്മിക നിയമങ്ങളെ അന്ധമായിട്ട് അനുസരിക്കാനാണ് ഈ മതം അനുശാസിക്കുന്നതെന്ന് സന്യാലിന് തോന്നിത്തുടങ്ങി. അതായത് ചില ധാർമ്മികമായ നിയമങ്ങൾ അന്ധമായിട്ട് അങ്ങ് അനുസരിക്കുക, അല്ലാതെ അതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ചാൽ ആർക്കും ഉത്തരമില്ല. അപ്പോൾ ഈ അന്ധമായ ഈ മതബോധത്തെ സംബന്ധിച്ചിടത്തോളം സന്യാലിനത് വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം അത് ഇനി ആവശ്യമില്ല. എന്നിട്ട് എന്തു പറ്റി? മാത്രമല്ല ഈ അവസരത്തിൽ ഒരു ആധ്യാത്മിക ആചാര്യനെ പരിചയപ്പെടാൻ സാധിച്ചപ്പോൾ അങ്ങേരോട് ഇതൊക്കെ തുറന്നു ചോദിച്ചു സന്യാൽ കൽക്കട്ടയിൽ വെച്ച്. അപ്പോൾ അങ്ങേര് പറഞ്ഞ മറുപടി, ഞങ്ങൾ ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരല്ല, അതേസമയം മതപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് മാത്രം. നോക്കുക, അയാൾ പറഞ്ഞതാണ്, ഞങ്ങൾ ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരല്ല, കാര്യം ഞങ്ങൾ സന്യാസിമാരോ ഒന്നുമല്ല, പക്ഷേ ഞങ്ങൾ മതപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് മാത്രം. അത് മറ്റേതൊരു കലാരൂപം പോലെ ഒരു അവതരണ കല മാത്രമാണ്. അതാണ് കാര്യം. അത് പറയുമ്പോൾ ഇപ്പോഴും നമുക്കത് മനസ്സിലാവും. ഇപ്പോഴും പല പ്രഭാഷകരുടെയും ഇത് കേൾക്കുമ്പോൾ അറിയാം, അവരൊക്കെ ഒരു ഈ കഥാപ്രസംഗക്കാർ പഠിച്ചു വെച്ച പോലെ ഒരു ഫോർമാറ്റ് എന്ന് പറയും. ഒരു ഫോർമാറ്റ് പഠിച്ചു വച്ചിട്ട് ആ ഫോർമാറ്റ് ജനങ്ങളുടെ മുമ്പിൽ നിരന്തരം അവതരിപ്പിക്കുന്ന ഒരു ശീലം അതിപ്പോഴും ഉണ്ട്. അപ്പോൾ വലിയ മാറ്റമൊന്നും അന്നത്തേക്കാൾ വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ
അതിലൂടെയാണ് ഞങ്ങൾ ജീവിത ചെലവ് കണ്ടെത്തുന്നത് എന്നുള്ള സത്യം ഒരാൾ തുറന്നങ്ങ് പറയുകയും ചെയ്യും. അതോടുകൂടി സന്യാലിന് കാര്യം ബോധ്യപ്പെട്ടു, ഇനി ഇതിൻ്റെ പിന്നാലെ പോയിട്ട് ഒരു പ്രയോജനമില്ല. അതോടെ ഇത്തരം ആളുകളെ സമീപിക്കുന്നത് വേണ്ടെന്ന് വെച്ചു സന്യാൻ. പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പ്രഭാഷകരെയും ആധ്യാത്മിക ആചാര്യന്മാരെയൊക്കെ അങ്ങ് ഒഴിവാക്കി. എന്നാൽ യഥാർത്ഥ സന്യാസിമാരെ ഒന്ന് കണ്ടുപിടിച്ച് കളയാം എന്ന് പറഞ്ഞ് സന്യാസിമാരെ അന്വേഷിച്ചിറങ്ങി. എന്നാൽ ഒരു സന്യാസിയെപ്പോലും ആ സന്ദർഭത്തിൽ സന്യാലിന് കണ്ടെത്താൻ പറ്റിയില്ല. അത് കൽക്കട്ടയിൽ മാത്രമല്ല, പുറമെ പല സ്ഥലങ്ങളിലേക്കും സന്യാൽ അന്വേഷിച്ച് പോയെങ്കിലും ഉദ്ദേശിച്ച പോലെ ഒരു സന്യാസിയെപ്പോലും കണ്ടെത്താൻ സന്യാലിന് കഴിഞ്ഞില്ല. അപ്പോൾ ഒരു ഗുരുവിനെ കണ്ടെത്തി. അപ്പോൾ താൻ അന്വേഷിക്കുന്നത് കണ്ടെത്താൻ ഒരു ഗുരുവിനെ, തനിക്ക് മനസ്സിലാക്കാൻ ഒരു ഗുരുവിനെ തേടാം എന്നുള്ള ഒരു ധാരണയിൽ ഇനി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്ന് സന്യാലിന് പൂർണ്ണമായിട്ടും മനസ്സിലായി. അപ്പോൾ ഒരു വശത്ത് ഈ അന്വേഷണം ഇങ്ങനെ ആരംഭിക്കുന്നുണ്ട്. സന്യാൽ ഒരു വശത്ത് നിന്നുകൊണ്ട് ഈ അന്വേഷണം ആരംഭിച്ചാണ് പോകുന്നത്. പക്ഷേ മറുവശത്ത് എന്താണ് സന്യാലിന് സംഭവിക്കുന്നത്? ഈ ലൗകിക ജീവിതത്തിൽ മുങ്ങി മരിക്കുന്ന അവസ്ഥയിലേക്ക് സന്യാൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ലൗകിക ജീവിതത്തിനുണ്ടാകുന്ന എല്ലാ ഏറ്റക്കുറച്ചിലുകളും അതിൻ്റെ പ്രശ്നങ്ങളും എല്ലാം ഈ സന്യാലിനെ വല്ലാത്ത തരത്തിൽ അലട്ടാൻ തുടങ്ങി. അപ്പോൾ സന്യാൽ ഒരു വശത്ത് ഈ ആധ്യാത്മിക രഹസ്യം എന്താണ് എന്ന് അന്വേഷിച്ച് സഞ്ചരിക്കുന്നു. എന്നാൽ മറുവശത്ത് അത് കിട്ടാതെ വരുമ്പോൾ മറുവശത്ത് ഈ ലൗകിക ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ സന്യാലിനെ പിടിമുറക്കി തുടങ്ങി, ശ്വാസം മുട്ടിച്ചു തുടങ്ങി. അപ്പം ഈ സന്ദർഭത്തിലാണ് ആരോ പറഞ്ഞു, അതേപോലെ അന്ന് കൽക്കട്ടയിൽ അപ്പോഴേക്കും ഇപ്പോൾ 84 ആയതുകൊണ്ട് അപ്പോഴേക്കും കേശവചന്ദ്രസേനൻ്റെ ലേഖനങ്ങളും ബ്രഹ്മസമാജത്തിൽ നിന്നുള്ള ഇതൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞല്ലോ. അങ്ങനെയാണ് സന്യാൽ അറിയുന്നത് ദക്ഷിണേശ്വരം കാളിക്ഷേത്രത്തിൽ രാമകൃഷ്ണ പരമഹംസൻ എന്നൊരു യോഗി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു. അപ്പം മതം എന്താണെന്നറിയണമെങ്കിൽ, ഈശ്വരനെ സാക്ഷാത്കരിക്കണമെങ്കിൽ ഈ യോഗിവര്യൻ്റെ അടുത്തേക്ക് പോവുക എന്ന് പലയിടത്തുനിന്ന് ഉപദേശം കിട്ടി ഈ സന്യാലിന്. പലരും പറഞ്ഞു, അപ്പോൾ ഇതിങ്ങനെ അവിടെ ചെന്നാൽ മതി, ഇത് ലഭ്യമാകും എന്ന്, നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതൊക്കെ അവിടെ ചെന്നാൽ നടക്കും എന്ന് പലരും ഉപദേശിച്ചു. എന്നാൽ ആദ്യമൊക്കെ സന്യാലി തന്നെ പറയുന്നു, ആദ്യമൊക്കെ എനിക്ക് അവിടെ പോകുക എന്നത് എൻ്റെ ഇതേവരെയുള്ള അനുഭവം വെച്ച് നോക്കുമ്പോൾ കബളിപ്പിക്കലാവുമോ എന്ന പേടിയായിരുന്നു. കാര്യം ഇത്രയും നാൾ അന്വേഷിച്ചതും കണ്ടെത്തിയതെല്ലാം കബളിപ്പിക്കലായിരുന്നു. ഇനി ഇവിടെ ഈ പറഞ്ഞ പുതിയ ആളെ കാണാൻ ചെല്ലുമ്പോഴും ഇതേ കബളിപ്പിക്കലിന് വിധേയനാകുമോ എന്നായിരുന്നു സന്യാലിൻ്റെ പേടി. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് സമാനമായി ചിന്തിക്കുന്ന ചിലരെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു എന്നാണ് സന്യാലി പറഞ്ഞത്. അവരിൽ ഒരാൾ ആയിരുന്നു ബാബുറാം. അപ്പം ബാബുറാം പിന്നീട് പ്രേമാനന്ദ സ്വാമികളെ, ബാബുറാം അവരിലൊരാളായിരുന്നു. അപ്പം ബാബുറാം ഈ സന്യാലിനെ കൂട്ടിക്കൊണ്ടാണ് പിന്നെ പോകുന്നത്. ഇതിനകത്ത് ചെറിയ കോൺട്രഡിക്ഷൻ വരുന്നുണ്ട്. കാരണം ശാരദാനന്ദ സ്വാമികളാണോ ബാബുറാമാണോ എന്നുള്ളിടത്ത് ഒരു ചെറിയ കാര്യം, ഒരു ഭാഗത്ത് ഒരു ലേഖനത്തിൽ ബാബുറാമാണെന്ന് എഴുതിയിരിക്കുന്നു, അതേസമയം മറ്റൊന്നിൽ അത് ശാരദാനന്ദ സ്വാമികൾ ശരത്താണെന്നും കാണുന്നു. അപ്പോൾ ഇതിലേതാണ് ഇതിൻ്റെ അകത്തെ കൃത്യമായിട്ട്? മിക്കവാറും ശരത്താകാനാണ് സാധ്യത. കാരണം അത് അവിടെ പറയുന്നുണ്ട്. കാര്യം ഈ ബാബുറാം ആ സമയത്ത് എന്താണ് ചെയ്തതെന്ന് അവിടെ പറയുന്നുണ്ട്. ഏതായാലും നമുക്കിപ്പോൾ ഇവിടെ ആദ്യം കണ്ട ലേഖനത്തിൽ ബാബുറാം എന്നാണ് പറഞ്ഞത്, നമ്മൾ അങ്ങനെ സ്വീകരിക്കാം ബാബുറാം. എന്തായാലും ആരായാലും ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, സന്യാസിനെ സംബന്ധിച്ച് ദക്ഷിണേശ്വരത്ത് പോകാനുള്ള തീരുമാനമായി. ആ കൂടിക്കാഴ്ച, അതായത് സന്യാലി പറയുകയാണ്, ആ കൂടിക്കാഴ്ച എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. ഇത്രയും കാലം കബളിപ്പിക്കപ്പെട്ടു എന്ന ബോധത്തോടു കൂടി നടന്ന സന്യാലിന് ശ്രീരാമകൃഷ്ണദേവനെ കണ്ടതോടുകൂടി തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. പ്രായമായ വ്യക്തിയാണെങ്കിലും ശ്രീരാമകൃഷ്ണദേവനെ ആദ്യം കണ്ടപ്പോൾ സന്യാലിനുണ്ടായ ഒരു ഇംപ്രഷൻ എങ്ങനെയെന്ന് വെച്ചാൽ, പ്രായമായ ഒരു വ്യക്തിയാണെങ്കിലും ശിശു സമാനമായ സ്വഭാവമായിരുന്നു. ഒരു ശിശുവിനെ പോലെ പെരുമാറുന്നു. പിന്നെ അത് അങ്ങനെ, അതായത് പ്രായമുള്ള ഒരാൾ ശിശുക്കളെ പോലെ, കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ പെരുമാറുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് അത്ഭുതമാണ് തോന്നിയത് എന്ന് സന്യാലി പറയുന്നുണ്ട്.
ഈശ്വര ചിന്തയിൽ മാത്രം മുഴുകിയിരിക്കുന്ന ഒരു അമാനുഷിക ശക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ലോകത്താണ് ഇരിക്കുന്നത്, എന്നാൽ ഈ ലോകത്തല്ല. അതാണ് ശ്രീരാമകൃഷ്ണദേവനെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു ഫീലിംഗ്. ഈ ലോകത്താണോ ഇരിക്കുന്നത് വെച്ചാൽ ആണ്, പക്ഷേ എന്നാൽ ഈ ലോകത്തല്ല എന്ന് ബോധ്യമാകും. എന്നിട്ടോ ഈ ചുണ്ടുകൾ എപ്പോഴും മന്ത്രിച്ചു കൊണ്ടിരിക്കും, നാമം മന്ത്രിച്ചു കൊണ്ടിരിക്കും ചുണ്ടുകൾ. ആ ചുണ്ടുകൾ, നാമം മന്ത്രിക്കുന്ന ചുണ്ടുകളെക്കുറിച്ച് സന്യാൽ പറയുന്നുണ്ട്. നല്ല ചുവന്ന നിറത്തിലാണ്, നല്ല ചുവന്ന നിറത്തിലുള്ള ചുണ്ടുകളാണെന്നാണ് പറയുന്നത്. ഭഗവാൻ അതിസുന്ദരനായിരുന്നു, നമുക്ക് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ കണ്ണുകളിലെ തിളക്കം, നല്ല തിളക്കമുണ്ടായിരുന്നു. മുഖം പ്രസന്നമാണ്, ഏത് സമയത്തും മുഖം പ്രസന്നമായിരിക്കും. ഇതായിരുന്നു ആ ശ്രീരാമകൃഷ്ണദേവനെ കണ്ടപ്പോൾ സന്യാലിന് ആദ്യമേ ഉണ്ടായ ഒരു അനുഭവം. ഇത്രയും ആയപ്പോഴേ സന്യാലിന് മനസ്സിലായി, ഞാൻ അന്വേഷിച്ച, അതായത് ഒറ്റ നോട്ടത്തിൽ തന്നെ ദൈവികതയെക്കുറിച്ചുള്ള എൻ്റെ ആശയങ്ങൾക്ക് സമാനമായ രൂപം ഞാൻ ദർശിച്ചു എന്ന തോന്നലുണ്ടായി. ദൈവികമായ ഒരു ആ സമാനമായ, ഈശ്വര സമാനമായ ഒരു രൂപം ദർശിച്ചു എന്ന തോന്നൽ എനിക്കുണ്ടായി എന്ന് സന്യാൽ പറയും. സന്യാൽ ഈ ദർശനത്തെക്കുറിച്ച് വിവരിക്കുന്നത് ഇങ്ങനെയായിരുന്നു. ഒരു പുഴു, അതായത് സന്യാൽ ശ്രീരാമകൃഷ്ണദേവനെ കണ്ടത് സന്യാൽ വിവരിച്ചത് ഇങ്ങനെയാണ്. ഒരു പുഴു തീജ്വാലയുടെ പ്രകാശത്തിൽ ആകൃഷ്ടനായ പോലെ, ഒരു പുഴു തീജ്വാലയുടെ പ്രകാശത്തിൽ ആകൃഷ്ടനായ പോലെ. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഈ പുഴുവിന് സംഭവിച്ചത് എന്താ? ആ പുഴു ആ തീജ്വാലയെ ആശ്ലേഷിക്കാൻ അടുത്തതുപോലെ, ഒരു പുഴു തീജ്വാലയെ ആശ്ലേഷിക്കാൻ അടുത്തതുപോലെ. എത്ര മനോഹരമായ ഭാവനയോട്, അല്ലെങ്കിൽ ആ വർണ്ണന മനോഹരമായ, അത് നമുക്ക് പൂർണ്ണമായും മനസ്സിലാവും. അത് ആ ഭഗവാനാകുന്ന തീജ്വാലയെ ആശ്ലേഷിക്കാൻ അടുക്കുന്ന ഒരു പുഴുവായിട്ടാണ് സന്യാലിന് സ്വയം അനുഭവപ്പെടുന്നത്. ശ്രീരാമകൃഷ്ണദേവനെ കണ്ടപ്പോൾ ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് പിന്നീട് സന്യാൽ ഒരു സുദീർഘമായ ലേഖനം എഴുതുകയുണ്ടായി. ആ ലേഖനത്തിൽ എന്താണ് ശ്രീരാമകൃഷ്ണൻ എന്നത് അന്വേഷിക്കുന്നവർക്ക് അതിൽ പരം ഒരു ഉത്തരം ഇനി മറ്റൊരാൾക്കും തരാനാവില്ല, ആർക്കും തരാനാവില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരമായിരുന്നു ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് സന്യാൽ എഴുതിയത്. അത്ര മനോഹരമായിട്ടാണ് അത് വർണ്ണിച്ചിരുന്നത്. അതിലെ ഒരു വിശേഷണം മാത്രം, നമുക്ക് ആ സുദീർഘമായൊരു വിശേഷണം കൊടുക്കുന്നുണ്ട്, നമുക്ക് അതിലെ ഒരു വിശേഷണം തന്നെ എടുത്താൽ അതിൻ്റെ പൂർണ്ണ രൂപത്തിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവും. അതിലൊരു വിശേഷണം ഇങ്ങനെയാണ്: ഞാൻ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ തടവുകാരനായതിൽ അത്ഭുതപ്പെടാനില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ തടവുകാരനായതിൽ അത്ഭുതപ്പെടാനില്ല. എന്തെന്നാൽ പുരുഷത്വത്തിൻ്റെ ദൃഢതയും സ്ത്രീത്വത്തിൻ്റെ മൃദുത്വവും, പുരുഷത്വത്തിൻ്റെ കൃപയും സ്ത്രീത്വത്തിൻ്റെ ചൈതന്യവും ഒരു വ്യക്തിയിൽ ചേർന്നാൽ എങ്ങനെയോ സമാനതകളില്ലാത്ത ആ സംയോജനം കാണുന്ന ഏതൊരാൾക്കും സ്വയം അകന്നു മാറി നിൽക്കാൻ കഴിയില്ല. ഇത്ര മനോഹരമായൊരു വാചകം. സ്ത്രീത്വത്തിൻ്റെ മൃദുലതയും പുരുഷത്വത്തിൻ്റെ കൃപയും ദൃഢതയും, സമാനതകളില്ലാത്ത ഒരു സംയോജനം. സ്ത്രീ പുരുഷ ആ ജെൻഡറിൻ്റെ സമാനതകളില്ലാത്തൊരു സംയോജനം. നമുക്കറിയാം, ഭഗവാൻ നമ്മളിത് വായിക്കുമ്പോഴൊക്കെ വചനാമൃതത്തിലും ലീലാമൃതത്തിലൊക്കെ വായിക്കുമ്പോഴും ഭഗവാന്റെ കഥകളിലെല്ലാം അറിയാം, ഭഗവാൻ സ്ത്രീരൂപം ആ ഭാവത്തിലേക്ക് വരുമ്പോൾ മനോഹരമായ സ്ത്രീരൂപമായി ഭഗവാൻ പരിണമിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് പുരുഷരൂപം. ഭഗവാന്റെ ദീർഘമായ ഗാഠമായ ഉപദേശങ്ങൾക്ക് മുമ്പിൽ ആ ചൈതന്യം, ഒരു വലിയ ചൈതന്യമായി ഭഗവാൻ വരുന്നുണ്ട്. ഇത് കൃത്യമായി സന്യാൽ അത് വളരെ മനോഹരമായിട്ടാണ് വർണ്ണിച്ചത്. എന്നിട്ടോ അപ്പോൾ സ്വയം അകന്നു മാറി നിൽക്കാൻ കഴിയില്ല എന്നാണ് സന്യാൽ പറയുന്നത്. കുടുംബ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും അനുഭവ പരിചയം എനിക്കുണ്ട്. സന്യാൽ സ്വയം പറഞ്ഞതാണ്. കാര്യം, കുടുംബസ്നേഹം എന്താണെന്ന് എനിക്കറിയാം, ആ കുടുംബസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വാത്സല്യം എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ കുടുംബസ്നേഹത്തിൽ ഇല്ലാത്തത് എന്താണ് എന്നാണ് സന്യാൽ ഇവിടെ പറയുന്നത്. കുടുംബസ്നേഹത്തിൽ ഇല്ലാത്ത ഒന്ന്
നിസ്വാർത്ഥ സ്നേഹമാണ്. അതാണ് സന്യാൽ അടിവരയിട്ട് പറയുന്നത്. നിസ്വാർത്ഥ സ്നേഹം എന്നത് കുടുംബ ബന്ധങ്ങളിലില്ല. അത് ഞാൻ മറ്റൊരിടത്തും കണ്ടിട്ടില്ല. ഭഗവാനെ ദർശിച്ചപ്പോൾ, ഭഗവാനുമായിട്ട് അടുത്തപ്പോഴാണ് നിസ്വാർത്ഥ സ്നേഹം എന്താണ് എന്ന് സന്യാലിന് മനസ്സിലായത്. ഇതായിരുന്നു സന്യാൽ ഭഗവാനെക്കുറിച്ച് സുദീർഘമായി എഴുതിയതാണ്. അതിനകത്തെ ഏറ്റവും ഒരു ഉദാഹരണം എന്നുള്ള നിലയിൽ നമുക്കെടുത്ത് കാണാവുന്ന ഒരു കാര്യം, ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൻ്റെ 2ാം വോള്യത്തിൽ 32ാം ഭാഗം, 2ാം വോള്യത്തിൽ 32ാം ഭാഗം അധ്യായം 4-ലാണ് മാസ്റ്റർ മഹാശയൻ ആകപ്പാടെ ഈ പേര് ഒരു തവണ പറഞ്ഞിരിക്കുന്നത്. മാസ്റ്റർ മഹാശയൻ ആകെ ഒരു തവണയെ സന്യാൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അതും വൈകുണ്ഠ സന്യാൽ നിന്നും ഉപയോഗിച്ചിട്ടില്ല, വെറും സന്യാൽ നിന്ന് മാത്രമാണ് മാസ്റ്റർ മഹാശയൻ ഉപയോഗിച്ചിട്ട് ഒരൊറ്റ തവണ. അത് ഈ പറഞ്ഞ പോലെ 2ാം വോള്യത്തിൽ 32ാം ഭാഗത്ത് അധ്യായം 4-ലാണ് മാസ്റ്റർ മഹാശയൻ അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഉപയോഗിച്ചിരിക്കുന്നത് ആധാർലാൽ സെന്നിൻ്റെ വീട്ടിൽ ശ്രീരാമകൃഷ്ണദേവൻ വന്ന അവസരത്തിലാണ്. അവിടെ വന്നപ്പോൾ അതിനകത്താണ് മാസ്റ്റർ മഹാശയൻ എഴുതിയിരിക്കുന്നത്, സന്യാലും ഒപ്പം ശരത്തും അവിടെ വന്നു എന്ന്. അത്രേ എഴുതിയിട്ടുള്ളൂ. സന്യാലിനെ കുറിച്ച് അത്രയും മാത്രമുള്ള പരാമർശമേ ഉള്ളൂ. സന്യാലും ഒപ്പം ശരത്തും അവിടെ വന്നു, ഈ ആധാർ സെൻ്റെ വീട്ടിൽ വന്നു എന്നാണ് കാര്യം. ഭഗവാൻ അവിടെ കൽക്കട്ടയിൽ ആധാർ സെൻ്റെ വീട്ടിൽ അന്ന് ആധാർ സെൻ കാര്യം കുറേ കാലമായിട്ട് ആധാറിൻ്റെ വീട്ടിൽ ഭഗവാൻ വന്നിട്ടില്ല. അപ്പോൾ ഭഗവാൻ വരാത്തത് കൊണ്ട് ഭഗവാനെ സ്വീകരിക്കാനുള്ള ആ മുറികളൊന്നും തുറന്നിട്ടില്ല വീട്ടിൽ. അത് ആ ജനലുകൾ പോലും തുറന്നിട്ടില്ല എന്നാണ് അതിനകത്ത് ആധാർ സെൻ വിവരിക്കുന്നുണ്ട്. ഭഗവാൻ വന്നപ്പോൾ ഈ മുറികളൊന്നും ഞാൻ തുറന്നിട്ടേ ഇല്ല, ഭഗവാൻ വരാത്തത് കൊണ്ട് ഇതൊന്നും തുറന്നിട്ടേ ഇല്ല എന്ന് പറയും. അങ്ങനെയാണ് ആ വീട്ടിലേക്ക് ഭഗവാൻ കടന്നു വരുന്നത്. അപ്പോൾ അത് ആ സന്ദർഭത്തിലാണ് ശരത്തും സന്യാലും കൂടെ അവിടെ വന്നു എന്ന് മാത്രം. അപ്പോൾ ഈ വന്നവർക്കെല്ലാം വേണ്ടി വിഭവസമൃദ്ധമായൊരു സദ്യ അന്ന് ഈ ആധാർ ലാൽ സെൻ ഒരുക്കിയിരുന്നു. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശയൻ എഴുതിയത് എന്തെന്ന് വെച്ചാൽ, ഈ സന്ദർഭത്തിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മളത് പരാമർശിച്ചതാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ഈ സന്ദർഭത്തിലാണ് ഭഗവാനെ കാണാൻ വരുന്നത്. ഈ ആധാർലാൽ സെൻ്റെ വീട്ടിൽ വെച്ചാണ്, ഈ സന്ദർഭത്തിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ശ്രീരാമകൃഷ്ണദേവനെ വന്ന് കാണുന്നതും. ആ 4ാം അധ്യായം 32ാം ഭാഗത്തെ 4ാം അധ്യായം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുമായിട്ടുള്ള സുദീർഘമായ സംഭാഷണത്തിൻ്റെ വളരെ മനോഹരമായൊരു ചാപ്റ്ററാണ് നമുക്ക് ഈ വചനാമൃതത്തിൽ അപ്പോൾ കാണാൻ പറ്റുക. എന്തായാലും ഈ സന്ദർഭത്തിലാണ് ശരത്തും നമ്മുടെ സന്യാലും കൂടെ ആ വീട്ടിലേക്ക് വരുന്നത്. ഈ ശരത്തും സന്യാലും കൂടെ ഒന്നിച്ച് അവിടെ വരാനൊരു കാരണം കൂടെ ഉണ്ട്. അത് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞിട്ടാണ് ഇവർ വരുന്നത്. കാരണം രാഖാലുമായിട്ട് പരിചയപ്പെടണമെന്ന് ശ്രീരാമകൃഷ്ണദേവൻ ഇവർ രണ്ടുപേരോടും പറഞ്ഞു. അപ്പോൾ രാഖാൽ അതുവരെ വൃന്ദാവനത്തിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ വൃന്ദാവനത്തിൽ പോയിട്ട് പിന്നീട് രാഖാൽ ഈ ആധാർലാൽ സെൻ്റെ വീട്ടിലാണ് പിന്നീട് വരുന്നത്. ഈ ഭഗവാൻ വരുന്ന ഈ സന്ദർഭത്തിലാണ് രാഖാലും അവിടെ വരുന്നത്. അപ്പോൾ അവിടെ വരും എന്ന് ഭഗവാൻ അറിയാവുന്നത് കൊണ്ടാണ് സന്യാലിനോടും ശരത്തിനോടും പറഞ്ഞത്, രാഖാലിനെ നിങ്ങൾ പരിചയപ്പെടണം, കണ്ട് സംസാരിക്കണം, അതുകൊണ്ട് നിങ്ങൾ ആധാർലാൽ സെൻ്റെ വീട്ടിൽ വരണം. അതിനാണ് ഇവർ രണ്ടുപേരും അവിടെ വന്നത്. എന്നിട്ട് സന്യാലിനോട് അത് കഴിഞ്ഞിട്ട് ഇവരവിടെ വന്നു, ഈ ആഘോഷങ്ങളെല്ലാം നടന്നു, അതിലൊക്കെ പങ്കുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടുത്തെ രസകരമായ സംഭവം, ഈ ആഘോഷങ്ങൾക്കിടയിൽ ആരും അറിയാതെ ഇവർ രണ്ടുപേരും പെട്ടെന്ന് കടന്നു കളഞ്ഞു. ഇവർ പിന്നെ അവിടെ നിന്നില്ല. കാരണം അവിടെ വലിയ സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കേണ്ടി വരും, ആ സദ്യ കഴിക്കേണ്ടി വരും. അപ്പോൾ ഉള്ള പ്രശ്നം, ഇവർ രണ്ടുപേരും ഈ ബ്രാഹ്മണത്വം കുറച്ച് കൂടുതലുള്ള ആൾക്കാരാണ്, ശരത്തും സന്യാലും. അപ്പോൾ ആധാർലാൽ സെന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ സന്ദർഭത്തിൽ അവിടുത്തെ സുവർണ വണിക്ക്, ഈ സ്വർണ്ണപ്പണിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സുവർണ വണിക്ക് എന്ന് പറയുന്ന വ്യാപാര മേഖല ഇതിൽപ്പെട്ട വൈശ്യ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. സുവർണ വണിക്ക് ആണ് അദ്ദേഹം ജാതിയിൽ. അപ്പോൾ ഈ ബ്രാഹ്മണർ ഈ സുവർണ വണിക്കിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം തൊട്ട് കഴിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ടാണ് ഇവർ അവിടെ അത്
വിളിച്ച് ക്ഷണിച്ചാൽ കഴിക്കേണ്ടി വരുമെന്ന് പേടിച്ച് ആരാരും അറിയാതെ അവരിൽ നിന്ന് മുങ്ങിക്കളഞ്ഞു ഇവർ. അപ്പോൾ മാസ്റ്റർ മഹാശയൻ അത് വചനാമൃതത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവരിങ്ങനെ ഈ കാരണം കൊണ്ടാണ് ഇവർ പൊക്കളഞ്ഞതെന്ന്. ഊണ് കഴിക്കാൻ ക്ഷണിച്ചാലോ എന്ന് പേടിച്ച് ഇവർ രണ്ടുപേരും അതിവേഗം സ്ഥലം വിട്ടു എന്ന് മാസ്റ്റർ മഹാശയൻ തന്നെ എഴുതിയിട്ടുണ്ട് വചനാമൃതത്തിൽ. അപ്പോൾ ഇവിടെ മാസ്റ്റർ മഹാശയൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ ഭാഗത്ത്. ഇവർ രണ്ടുപേരും ശ്രീരാമകൃഷ്ണൻ്റെ അടുത്ത കാലത്ത് വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഇവർക്ക് ശ്രീരാമകൃഷ്ണദേവൻ്റെ രീതികളൊന്നും അധികം ബോധ്യപ്പെട്ടിട്ടില്ല. അതായത് 1884 ഡിസംബർ 6 ഈ സന്ദർശനം നടക്കുന്നത്. 84 ഡിസംബർ 6. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു 2-3 ദിവസം മാത്രമാണ് ഇവർ ദക്ഷിണേശ്വരത്ത് വന്നിരിക്കുന്നത്. അപ്പം ഇവർ അടുത്ത കാലത്ത് വന്നിട്ടുള്ളൂ. അപ്പം ശ്രീരാമകൃഷ്ണദേവൻ ആധാറിനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന കാര്യം ഇവർക്കറിഞ്ഞുകൂടാ. ഇത് മാസ്റ്റർ മഹാശയൻ തന്നെ എഴുതിയതാണ്. തൻ്റെ ഡയറിയിൽ ആ ഒരു അണ്ടർലൈൻ ചെയ്ത് എഴുതാവുന്ന ഒരു അടിക്കുറിപ്പ് പോലെ അദ്ദേഹം ആ കൂട്ടത്തിൽ എഴുതിയതാണ്. ശ്രീരാമകൃഷ്ണദേവൻ ആധാറിനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഇവർക്കറിഞ്ഞുകൂടാ. ഭക്തന്മാർക്ക് ഒരു ജാതിയേ ഉള്ളൂ എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറയാറുണ്ട്. ഇതും ഇവർ കേട്ടിട്ടില്ല. അതാണ് ഇതിനകത്തെ പ്രശ്നം. ഇപ്പം ശരത്താകട്ടെ സന്യാലാകട്ടെ ഭഗവാന്റെ ഈ ഒരു മനോഭാവത്തെ ഇവർ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഊണ് കഴിക്കാൻ വിളിച്ചാലോ എന്ന് പേടിച്ചിട്ട് പോയത് എന്ന് വചനാമൃതത്തിൽ മാസ്റ്റർ മഹാശയൻ എഴുതിയിട്ടുണ്ട്. അപ്പം ശരത്തിനെയും സന്യാലിനെയും കുറിച്ച് പറയുമ്പോൾ ഇവർ ഇരുവരും വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. അത് നമുക്ക് ഇവരുടെ ആ ഒരു ഇതിൽ നിന്നും, അത് ഈ ലീലാമൃതത്തിൻ്റെയും ലീലാപ്രസംഗത്തിൻ്റെയും രചനാ രീതികളിൽ നിന്ന് തന്നെ നമുക്കത് ബോധ്യപ്പെടും. ശരത്ത് ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ വരുമ്പോൾ സന്യാലും ഒപ്പം വരുന്നുണ്ട്. ശരത്ത് ശ്രീരാമകൃഷ്ണദേവനെ കാണാനായിട്ട് വന്ന സമയത്ത് അപ്പോഴാണ് സന്യാലും ഒപ്പം വരുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോൺട്രഡിക്ഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞത്. കാരണം ബാബുറാമാണ് വന്നിരുന്നു എന്ന് ഒരു ഭാഗത്ത് ഒരു റിപ്പോർട്ടിൽ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ ഇതാണ് കുറെ കൂടെ ശരിയാകാൻ സാധ്യത. കാരണം അതിന് ശരിയാവാനുള്ളൊരു കാരണം ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ ശരത്തും സന്യാലും ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ അതേക്കുറിച്ച് ലീലാമൃതത്തിൽ ശാരദാനന്ദ സ്വാമികൾ തന്നെ അത് എഴുതിയിട്ടുണ്ട് ഈ കാഴ്ചയെക്കുറിച്ച്. അതായത് മണിമോഹൻ്റെ വീട്ടിലെ ബ്രഹ്മോത്സവം എന്ന അധ്യായത്തിലാണ്. ലീലാമൃതത്തിൽ 2-ാം ഭാഗത്ത് 2-ാം വോള്യത്തിൽ മണിമോഹൻ്റെ വീട്ടിലെ ബ്രഹ്മോത്സവം എന്ന അധ്യായത്തിലാണ് ശാരദാനന്ദ സ്വാമികൾ ഒരുമിച്ച് ഇവർ വന്ന് കാണാൻ വന്ന കാര്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അത് പറയാം. അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ശരത് സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ പഠിക്കുന്ന സമയം. അത് കാരണം ഇത് ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ സന്യാലിൻ്റെ വെർഷനായിട്ടാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ലീലാമൃതത്തിലാണ് എഴുതിയിരിക്കുന്നതെങ്കിലും എഴുതിയിരിക്കുന്നത് ശാരദാനന്ദ സ്വാമികളാണെങ്കിലും സന്യാലിൻ്റെ വെർഷനായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പം ശരത് സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ പഠിക്കുന്ന സമയം 2-3 തവണ ദക്ഷിണേശ്വരത്ത് പോയിട്ടുണ്ട് ശരത്ത്. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് കോളേജിന് അവധിയായിരുന്നു. പ്രതീക്ഷിക്കാത്തൊരു അവധി വന്നു. അപ്പോൾ ഈ അവധി സന്ദർഭത്തിൽ ദക്ഷിണേശ്വരത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. തോണിയിലാണ് പോകുന്നത്. അപ്പോൾ ദക്ഷിണേശ്വരത്തേക്ക് ഹൗറയിൽ നിന്ന് തോണിയിലാണ് പോകുന്നത്. അപ്പോൾ കൂട്ടത്തിൽ കോളേജിൽ പഠിക്കുന്ന 2 കൂട്ടുകാരെ കൂടെ ശരത്ത് കൂടെ കൂട്ടി. ഈ 2 പേരുണ്ട്. അപ്പോൾ അതിലൊരാൾ ഹരിപ്രസന്ന ചാറ്റർജി എന്ന പേരുള്ള ഒരു കൂട്ടുകാരൻ. അദ്ദേഹമാണ് പിന്നെ വിജ്ഞാനാനന്ദ സ്വാമികൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ ഹരിപ്രസന്ന ചാറ്റർജിയും മറ്റൊരാൾ വരദാസുന്ദർ പാൽ എന്ന മറ്റൊരു കൂട്ടുകാരൻ. അപ്പോൾ വരദാസുന്ദർ പാലും ഹരിപ്രസന്നനും ഒരുമിച്ചാണ് ശരത്ത് വള്ളത്തിൽ കയറി ഹൗറയിൽ നിന്ന് ദക്ഷിണേശ്വരത്തേക്ക് പോവുകയാണ്. അപ്പം ഇവർ തോണിയിൽ സഞ്ചരിക്കുമ്പോൾ മറ്റാൾക്കാർ ഈ തോണിയിലുണ്ട്. വേറെ ആൾക്കാർ പലയിടത്ത് ഇറങ്ങാനുള്ള ആൾക്കാരൊക്കെ ഈ തോണിയിലുണ്ട്. അപ്പം ഇങ്ങനെ അതിൽ ഒരാൾ ദക്ഷിണേശ്വരത്തേക്കാണ് എന്ന് ശരത്തിന് മനസ്സിലായി. അപ്പോൾ ദക്ഷിണേശ്വരത്തേക്കാണ് എന്ന് പറഞ്ഞ ആളുടെ അടുത്തേക്ക് ശരത്ത് നീങ്ങിയിരുന്നു സംസാരിക്കാനായിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ വൈകുണ്ഠ സന്യാൽ. അങ്ങനെയാണ് തോണിയിൽ വെച്ച് ഇവർ പരസ്പരം ആദ്യമായി ഇവർ കാണുന്നത്, ഈ പോകുന്ന സന്ദർഭത്തിൽ കാണുന്നത്. മാത്രമല്ല ഈ യാത്രയിൽ തന്നെ
സന്യാലിനെ ശരത്തിന് നല്ലോണം ബോധ്യപ്പെട്ടു. കാരണം ഇവർ തമ്മിൽ പോകുന്ന ദക്ഷിണേശ്വരത്തേക്കാണ് പോകുന്നതെന്നും ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണാനാണ് പോകുന്നതെന്നൊക്കെയുള്ള വർത്തമാനം ഇവർ തമ്മിൽ ആ തോണിയിലിരുന്ന് പറയുമ്പോൾ അടുത്ത് വേറെ ഒരാൾ അയാൾ ആരാണെന്ന് പറയുന്നില്ല, ഒരാൾ ഇത് കേട്ടുകൊണ്ടിരുന്നു. ആ തോണിയിൽ ഒരു സഞ്ചരിക്കുന്ന വേറൊരാൾ കേട്ടുകൊണ്ടിരുന്നു. ഇത് കേട്ടോളം തന്നെ അയാൾ ഇവരുടെ സംസാരത്തിനിടയിൽ കയറി ഇടപെട്ട് ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് ഏറ്റവും മോശമായ രീതിയിൽ ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ തുരുതുരയെ സംസാരിക്കാൻ തുടങ്ങി. ഈ സംസാരം തുടങ്ങിയപ്പോൾ ശരത്ത് പതുക്കെ മിണ്ടാതങ്ങ് മാറി. പക്ഷെ സന്യാൽ അങ്ങനല്ല, സന്യാൽ കയറി അങ്ങ് ഇടപെട്ടു. സന്യാൽ അയാളെ ശരിയാക്കി അവസാനം അയാൾ പിന്നെ മിണ്ടാട്ടമില്ലാത്ത അവസ്ഥയിലേക്ക് അയാളെ അങ്ങ് മാറ്റി. അത്ര രൂക്ഷമായിട്ട് കൈകാര്യം ചെയ്തു അയാളെ. അപ്പം അങ്ങനെയാണ് സന്യാലിനെ ശരത്ത് ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന തോണിയിലുണ്ടാകുന്ന ഒരു വലിയ രംഗം. അതാണ് പിന്നീട് ഈ ശരത്തിനും സന്യാലിനും തമ്മിൽ വളരെ പ്രത്യേകിച്ച് ശരത്തിന് സന്യാലിനോടുള്ള ഈ വലിയ ബന്ധം ഉടലെടുക്കാനുള്ള കാരണം ഈ തോണി യാത്രയിലെ ഇൻസിഡൻ്റ് ആയിരുന്നു. എന്നിട്ട് അത് ലീലാമൃതത്തിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് വിവരിക്കുന്നുണ്ട്. ഈ ഭാഗം, ഈ യാത്രയെക്കുറിച്ച് ലീലാമൃതത്തിൽ നന്നായിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പം ദക്ഷിണേശ്വരത്ത് ശ്രീരാമകൃഷ്ണൻ്റെ മുറിയിലേക്ക് പിന്നീട് ഇവർ ചെല്ലുക. എന്തോ അല്ല, സന്യാല് ഇതിനു മുമ്പ് അവിടെ പോയിട്ടുണ്ട്. സന്യാൽ ആദ്യമായിട്ടല്ല പോകുന്നത്. ശരത്തും ആദ്യമായിട്ടല്ല പോകുന്നത്. ശരത്തും നേരത്തെ പോയിട്ടുണ്ട്, സന്യാലും നേരത്തെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ദിവസം കോളേജിൽ അവധി കിട്ടിയപ്പോൾ പോകാൻ തീരുമാനിക്കുന്നത്. ഇവർ തമ്മിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. സന്യാലും ശരത്തും തമ്മിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. ഇവർ രണ്ടുപേരും ഇതിനു മുമ്പ് 2 പ്രാവശ്യം പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. രണ്ടുപേരും 2 പ്രാവശ്യം പോയിട്ടുണ്ട് നേരത്തെ. അതാണ് അതിനകത്ത് അതാണ് അതിനകത്ത് ആ ഒരു ഭാഗം പറയുന്നത്. അപ്പോൾ എന്നിട്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ നേരത്തെ പോയത് ബാബുറാമിൻ്റെ കൂടെ ആകാം എന്നുള്ളൊരു ധാരണ വേണമെങ്കിൽ വരാം. പക്ഷേ ഈ പറഞ്ഞു വരുന്ന ഭാഗത്തേക്ക് അത് മാറുന്നുണ്ട് പിന്നീട്. അതാണ് ഞാൻ അടുത്ത ഭാഗം പറയുമ്പോൾ പറയാം. അപ്പോൾ ഇവർ ശ്രീരാമകൃഷ്ണൻ്റെ മുറിയിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ നിങ്ങൾ ഇപ്പോൾ വന്നോ എന്ന് പെട്ടെന്ന് പറയും. കാര്യം അദ്ദേഹം ഒരുങ്ങി നിൽക്കുക. കുറച്ചുകൂടെ താമസിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടുന്ന് പൊയ്പോയേനെ. കാരണം അദ്ദേഹം കൽക്കട്ടയിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോഴാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇന്ന് കൽക്കത്തയിൽ പോവുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ബ്രഹ്മസമാജക്കാരുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ, അവിടുത്തെ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ വാഹനം കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാഹനത്തിൽ കയറി പോകാനായിട്ടാണ് ഭഗവാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് സന്യാലും നമ്മുടെ ശരത്തും കൂടെ അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഈ ശരത്തും സന്യാലും ചോദിച്ചു, ഞങ്ങളും അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. ഈ ബ്രഹ്മോത്സവം നടക്കുന്നിടത്ത് ഞങ്ങളും വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അതിനെന്താ, സിന്ദൂരിയ പടിയിലെ മണിമല്ലികൻ്റെ വീട്ടിലാണ് ഈ ഇന്നത്തെ ഉത്സവം നടക്കുന്നത്. സിന്ദൂരിയ പടി എന്ന സ്ഥലത്ത് മണിമല്ലികൻ്റെ വീട്ടിലാണ് ഇന്നത്തെ ഉത്സവം നടക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ബാബുറാം അല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു അടയാളം ഇവിടെയാണ് കണ്ടത്. ഭഗവാൻ ഇത് പറയുമ്പോൾ സന്യാലും ശരത്തും നോക്കുമ്പോൾ ചുവന്ന മുണ്ടെടുത്ത ഒരു യുവാവ് അവിടെ വന്നു. ഭഗവാന്റെ അടുത്തേക്ക് വന്നു ചുവന്ന മുണ്ടെടുത്ത ഒരു യുവാവ് വന്നു. ആ യുവാവിനോട് ഭഗവാൻ പറഞ്ഞു, ഇവർക്ക് ഈ സിന്ദൂരാപ്പടിയിലെ മണിമല്ലികൻ്റെ വീടിൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ആ വന്ന ചുവന്ന മുണ്ടെടുത്ത് വന്ന ആളാണ് ബാബുറാം. അപ്പോൾ ബാബുറാമിനെ അതിനു മുമ്പ് കണ്ടിരുന്നെങ്കിൽ ഈ ഒരു രീതിയിൽ എഴുതേണ്ട ആവശ്യം വരില്ലായിരുന്നു. കാരണം ഈ എഴുത്തിൽ നിന്ന് മനസ്സിലായി ബാബുറാമിനെ ഇവർക്ക് പിടികിട്ടിയിട്ടില്ല. എന്നാൽ പിന്നെ ബാബുറാം എന്നങ്ങ് എഴുതിയാൽ മതിയായിരുന്നു. പകരം ചുവന്ന മുണ്ടെടുത്ത് വെളുത്ത് വളരെ മെലിഞ്ഞ ഒരു യുവാവ് എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ബാബുറാം ആണെന്നുള്ളത് വ്യക്തത വരുത്തിയിട്ടില്ല. പക്ഷെ പിന്നീടാണ് പറയുന്നത് ഇത് ബാബുറാമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ബാബുറാമിനോടാണ് പറയുന്നത് ഇവർക്ക് അഡ്രസ്സ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ബാബുറാം ഇവർക്ക് അഡ്രസ്സ് കൊടുത്തു. നമ്പർ 81 ചിത്പൂർ റോഡ് സിന്ദൂരിയാപ്പടി എന്ന് അഡ്രസ്സ് കൊടുത്തു. അന്ന് ആ യുവാവിന് അപ്പോൾ പിന്നെയും പറയുന്നു, ഈ ബാബുറാമിനെ കണ്ടിട്ട് ഇവർ 2 പേരും വിചാരിച്ചത് അന്ന് ആ യുവാവ് ഏതെങ്കിലും ഒരു ക്ഷേത്ര ജീവനക്കാരനായ പൂജാരിയുടെ മകനായിരിക്കുമെന്നാണ് വിചാരിച്ചത്. അതാണ്. അപ്പോൾ ഇവർക്ക് ഒട്ടും പരിചയമില്ല ബാബുറാമിനെ. ഏതോ പൂജാരിയുടെ മകനായിരിക്കുമെന്നാണ് മനസ്സിലായത്. എന്നിട്ട്
ശാരദാനന്ദ സ്വാമികൾ തന്നെ പറയുന്നു, 2 മാസം കഴിഞ്ഞ് കോളേജിൽ യൂണിവേഴ്സിറ്റി പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഈ യുവാവിനെ അവിടെ വെച്ച് കണ്ടു. അങ്ങനെയാണ് പേര് മനസ്സിലായത് ബാബുറാമാണെന്ന്. 2 മാസം കഴിഞ്ഞിട്ട്, ഈ പറഞ്ഞ സന്ദർഭം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി പരീക്ഷ നടക്കുമ്പോൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഈ യുവാവിനെ വീണ്ടും കണ്ടതുകൊണ്ട് പേര് ചോദിച്ചു. നേരത്തെ കണ്ടിട്ടുള്ള ആളായതുകൊണ്ട് പേര് ചോദിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ക്ഷേത്ര ജീവനക്കാരൻ്റെ മകനൊന്നുമല്ല, ഇതാണ് ബാബുറാം എന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചാണ് മനസ്സിലാകുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞൊരു കോൺട്രഡിക്ഷൻ. ആദ്യത്തെ ലേഖനത്തിൽ ബാബുറാം ഒന്നിച്ചാണ് പോയതെന്ന് കാണുന്നതായിരിക്കില്ല ശരി, ഇതായിരിക്കും ശരി. ഇവർ സന്യാലും ശരത്തും ഒരുമിച്ചാണ് പോയിട്ടുള്ളത്. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ശ്രീരാമകൃഷ്ണദേവനെ അവിടെ ഉത്സവത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ ബ്രഹ്മസമാജംകാരയച്ച വണ്ടി വന്നു. അതിനകത്തേക്ക് ബാബുറാമും കയറി. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ കയറിയത് നമ്മുടെ ഹസ്രയും കൂടെ കയറി. അവർ 3 പേരും അങ്ങ് പോയി. ഉടനെ തന്നെ പിന്നാലെ ഇവർക്ക് പെട്ടെന്നൊരു വള്ളം കിട്ടി. ആ വള്ളത്തിൽ കയറി അവർ നേരെ കൽക്കട്ടയിൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. പക്ഷെ ഇവർ വിചാരിച്ചത് വൈകുന്നേരമായിരിക്കും ഉത്സവം എന്നാണ് വിചാരിച്ചത്. ഇത് രാവിലെ ആയി പോകുന്നത്. ഇവർ വിചാരിച്ചു, അതായത് നമ്മുടെ സന്യാലും വിചാരിച്ചു, ശരത്തും വിചാരിച്ചു വൈകുന്നേരമായിരിക്കും ഉത്സവം, അപ്പോൾ പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഇവരെന്ത് ചെയ്തു, വൈകുന്നേരം വരെ സമയം കളയാനായിട്ട് ശരത്ത് വേറൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി. എന്നാൽ അവിടെ രാവിലെ മുതൽ ഉത്സവം നടക്കുകയായിരുന്നു. അപ്പോൾ അത് ശാരദാനന്ദ സ്വാമികൾ അതിലെഴുതിയിട്ടുണ്ടത്. വലിയൊരു നഷ്ടമായിപ്പോയി, ഞങ്ങൾ അബദ്ധം പറ്റിയതാണത്. ഏതായാലും ശരത്ത് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ സന്യാൽ പറഞ്ഞു, എനിക്ക് വേറെ ഒരു കാര്യം അന്വേഷിക്കാനുണ്ട്, ഞാൻ അത് കഴിഞ്ഞിട്ട് അങ്ങ് നേരിട്ട് വന്നോളാം എന്ന് പറഞ്ഞ് സന്യാലും പോയി. പിന്നീടാണ് ഇവർ ആ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഇത് രാവിലെ മുതൽ പരിപാടി നടക്കുകയായിരുന്നെന്നും ഭഗവാൻ ഇതിനിടയിൽ ഭജന നടത്തിയതും നൃത്തം ചെയ്തതും ഒക്കെ കുറിച്ചുള്ള വിവരണങ്ങൾ പിന്നീട് കേൾക്കുന്നത്. ഇവർ വൈകുന്നേരമാണ് അതിനകത്ത് ജോയിൻ ചെയ്യുന്നത്, ഇവർ 2 പേരും. അങ്ങനെ ആ തരത്തിൽ ഇതായിരുന്നു ഈ ശാരദാനന്ദ സ്വാമികൾ പറഞ്ഞ ഒരു ഭഗവാനുമായിട്ടുള്ള ആ ഒരു സന്യാലും ശരത്തും കൂടെ ഒരുമിച്ചുള്ള ഭഗവാന്റെ അടുത്ത് ബന്ധപ്പെട്ട ഒരു കാര്യം ഇതാണ്. അപ്പോൾ ഉള്ളിൽ ഈശ്വരഭക്തി ഇല്ലാതെ അദ്വൈതത്തെയും മറ്റ്, അതായത് സന്യാൽ ഭഗവാനെ കൂടുതൽ പരിചയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സന്യാൽ പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഉള്ളിൽ ഈശ്വരഭക്തി ഇല്ലാതെ ഈ വേദാന്തങ്ങളുടെയൊക്കെ തർക്കങ്ങൾ ഉന്നയിക്കാൻ അങ്ങനെ വരുന്നവരെ ഭഗവാന് വലിയ ദേഷ്യമായിരിക്കും. കാര്യം ഉള്ളിൽ ഭഗവാൻ ഒരേ ഒരു കാര്യമേ പറയുന്നുള്ളൂ, ഈശ്വരനെ വേണ്ടി നിങ്ങൾ കരഞ്ഞാൽ മതി. നിങ്ങൾ മറ്റൊരു സാങ്കേതികത്വത്തിലേക്കും അനാവശ്യമായി നിങ്ങൾ പോകരുത്, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഈശ്വരന് വേണ്ടിയിട്ട് കരയുക. അപ്പം ഈശ്വരനെയാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്, ഈശ്വരനെ സ്നേഹിക്കുക. അപ്പോൾ ഉള്ളിൽ ഈ ഭക്തിക്ക് പകരം വലിയ വേദാന്തങ്ങളും വലിയ വലിയ ലെക്ചറടി, ഭഗവാൻ അതാണ് ആദ്യമേ പറഞ്ഞത്, നിങ്ങൾ കൽക്കട്ടക്കാർക്ക് ലെക്ചറടിയാണ്. അപ്പം അങ്ങനെയുള്ളവരെ ഭഗവാൻ ഇഷ്ടമേ അല്ല എന്ന് സന്യാൽ പറയുന്നുണ്ട്. അപ്പോൾ വൈകുണ്ഠനാഥ് ഒരിക്കൽ ഈ സന്യാലിനോട് ഭഗവാൻ സന്യാലിനെ ഭഗവാൻ ഇഷ്ടപ്പെടാൻ ഒരു കാരണമായിട്ട് സന്യാൽ പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ സന്യാലും ഈ വിധത്തിലുള്ള ഒരാളാണോ എന്നാണ് ഭഗവാൻ സംശയിച്ചത് ആദ്യം. കാര്യം ഈ വേദാന്ത കാര്യം അയാളുടെ ഈ രീതികളൊക്കെ കണ്ടപ്പോൾ സന്യാലിനും ഏതാണ്ട് ആ ഗണത്തിൽപ്പെടുന്ന ആ കൽക്കട്ടയിലെ വലിയ പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞ് നടക്കുന്ന, അല്ലെങ്കിൽ ഇത്തരം ആധ്യാത്മികതയെക്കുറിച്ച് പ്രസംഗിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ അത്തരം ആളുകളിൽപ്പെട്ട ഒരാളാണ് എന്നാണ് ഭഗവാൻ ധരിച്ചിരുന്നത് എന്ന് സന്യാൽ പറയുന്നുണ്ട്. ഭഗവാൻ അങ്ങനെയാണ് സന്യാലിനെ ധരിച്ചിരുന്നത്. അതുകൊണ്ട് സന്യാലിനോട് ഭഗവാൻ ഒരിക്കൽ ചോദിച്ചു, നിനക്ക് പഞ്ചദശിയും മറ്റും വായിച്ചിട്ടുണ്ടോ നീ എന്ന് ചോദിച്ചു. അപ്പോൾ സന്യാലിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഞെട്ടലങ്ങ് പോയി. കാരണം സാധാരണഗതിയിൽ ഉണ്ട്, അത് വായിച്ച്, കാര്യം അങ്ങനെയാണല്ലോ കൽക്കട്ടക്കാരൊക്കെ അങ്ങനെയാണല്ലോ പറയുക, അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് എന്നുള്ള മട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അതാണ്. സന്യാലിന് പെട്ടെന്ന് ഉള്ളിലൊരു ഞെട്ടൽ വന്നു. അപ്പം സന്യാലിനൊരു സംശയം, ഇനി അത് കാര്യം യഥാർത്ഥത്തിൽ സന്യാൽ വായിച്ചിട്ടില്ല. അപ്പോൾ ഇത് വായിക്കാത്തത് കൊണ്ട് ഇനി ഇത്തരം വിവരങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് താനെന്ന് തെറ്റിദ്ധരിക്കുമോ എന്നുള്ളൊരു ഭയം സന്യാലിനുണ്ടായെങ്കിലും പക്ഷെ ഭഗവാനോട് അത് മറച്ചു വെക്കാൻ സന്യാൽ തയ്യാറായില്ല. അതുകൊണ്ട് തുറന്നങ്ങ് പറഞ്ഞു, എന്താണ് ഈ പഞ്ചദശി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് തിരിച്ച് അങ്ങോട്ട് തന്നെ ചോദിച്ചു. അപ്പോൾ ഭഗവാൻ വലിയ സന്തോഷമായി എന്നാണ് പറയുന്നത്. ഓ, അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അത് നന്നായി, നിനക്ക് അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തത് വളരെ നന്നായി.
ചില മേനിക്കണ്ടന്മാർ, അതാണ് ട്രാൻസ്ലേഷനിൽ എഴുതിയ വാക്ക് അതാണ്. ചില മേനിക്കണ്ടപ്പന്മാർ ഇവിടെ വരും, എന്നിട്ട് ഇതെല്ലാം വായിച്ചിട്ടുണ്ടാവും, എന്നിട്ട് ഒരു കാര്യവും അവർ അനുസരിക്കുകയുമില്ല. അത്തരക്കാരെ കൊണ്ട് എനിക്ക് മഹാശല്യമായി തീർന്നിരിക്കുക. ഇത്തരം മേനിക്കണ്ടപ്പന്മാരാണ് സ്ഥിരമായിട്ട് ഇവിടെ വന്ന് ഭഗവാനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അക്കൂട്ടത്തിൽ പെടാത്ത ഒരാളാണ് നമ്മുടെ വൈകുണ്ഠദാസ് സന്യാൽ എന്ന് ഭഗവാൻ മനസ്സിലായപ്പോൾ വലിയ സന്തോഷമായി. അതാണ് സന്യാലിനോട് ഭഗവാന് ഒരു ഇഷ്ടം തോന്നാനുള്ള ഒരു സംഗതി അതാണെന്ന് സന്യാൽ അവിടെ പറയുകയാണ്. പിന്നെ ഒരു പ്രധാന കാര്യം കടന്നു വരുന്നത് സന്യാലിൻ്റെ ജീവിതത്തിൽ, സന്യാലിൻ്റെ ആ ഭഗവാനുമായിട്ടുള്ള സന്യാലിൻ്റെ ആ ബന്ധത്തിന് ഏറ്റവും വലിയ ശക്തി പകർന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നരേന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ്. അത് നമുക്കറിയാവുന്ന പോലെ നരേന്ദ്രൻ തൻ്റെ കുടുംബ പ്രശ്നങ്ങൾ കാരണം ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അമ്മയെയും സഹോദരങ്ങളെയും നോക്കണം, അതിനുവേണ്ടി ഒരു ജോലി കിട്ടണം, എന്തെങ്കിലും സമ്പാദിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയേ കഴിയുമെന്നുള്ള ആ വ്യാകുലത കൊണ്ട് വിഷമിച്ച് നടക്കുന്ന നരേന്ദ്രൻ ഭഗവാന്റെ അടുത്ത് എന്തെങ്കിലും ഒരു ജീവസന്ധാരണത്തിന് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാൻ അമ്മയോട് പറയണം, കാളിമാതാവിനോട് പറയണം എന്നാവശ്യപ്പെട്ട് ചെല്ലുന്ന ഒരു സന്ദർഭം നമുക്കറിയാം. ആ സന്ദർഭത്തിലാണ് സന്യാലിൽ, യഥാർത്ഥത്തിൽ സന്യാൽ ഭഗവാനെ പൂർണ്ണമായി മനസ്സിലാക്കുന്നത് അതിനടുത്ത ദിവസം സന്യാൽ അവിടെ ചെല്ലുന്നുണ്ട്. സന്യാൽ ഈ വിവരം ശാരദാൻ സ്വാമികളോട് പറയുകയാണ്. യഥാർത്ഥത്തിൽ ശാരദാൻ സ്വാമികൾ ആ ഭാഗം കണ്ടിട്ടില്ല. ശാരദാൻ സ്വാമികളോട് സന്യാലാണത് അത് എഴുതി കൊടുത്ത പോലെ, അതായത് പൂർണ്ണ വിവരം ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുത്തത് സന്യാലാണ് ശാരദാൻ സ്വാമികൾക്ക്. ശാരദാൻ സ്വാമികൾ ആ ഭാഗം അതേപോലെ ഒരു വെട്ടും തിരുത്തുമില്ലാതെ അതേപോലെ തൻ്റെ ലീലാമൃതത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും, ലീലാപ്രസംഗത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ആ ഭാഗം നമുക്കിപ്പോൾ മണി 8 നമുക്ക് ആ ഭാഗം എങ്ങനെയാണ് ശാരദാൻ സ്വാമികൾ അത് ചെയ്തെന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസം അത് വായിക്കാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ. ഇന്ന് മഴയായതുകൊണ്ട് കുഴപ്പമാവുമെന്ന് പേടിച്ചു, പക്ഷേ കുഴപ്പമുണ്ടായി. അതെ അതെ അതെ. ഓം ശ്രീ ശാരദാദേവി നമഃ.